ഇനിയിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൻ സ്ട്രിക്റ്റ് ആണോ വീട്ടില്? സ്ട്രിക്റ്റ് ആണ്. അപ്പനെ പേടിയുണ്ടോ? ചെറുതായിട്ട് പേടിയുണ്ടോ അപ്പനെ? ചെറുതായിട്ടിരിക്കുന്നുണ്ട് അപ്പൻ. അപ്പന് പേടിയുണ്ടോന്ന്? അപ്പൻ വരട്ടു അപ്പ? ഇല്ല, അങ്ങനെയല്ല. ചെറിയ ചില ശാസനകളും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങോട്ട് നീങ്ങരുത് ഇങ്ങനെ അങ്ങനെയുള്ള ചട്ടം പഠിപ്പിക്കല പരിപാടി ഒന്നുമില്ല. ഇല്ല. അവിടെ നിക്കടി എന്നൊന്ന് പറഞ്ഞാൽ മതി. അവിടെ നിക്കൂല, വേറെ എവിടെയെങ്കിലും പോയി. എന്തൊരു സ്ട്രിക്റ്റ്. ശരിക്കും അമ്മയോ? അമ്മ ഞാൻ പറയണ ഇവളാണ് സ്ട്രിക്റ്റ്. അതെങ്ങനെ? ഇവളെങ്ങനെയാ വെച്ചാൽ ചില കാര്യങ്ങള് തീരുമാനിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. മലയാളത്തിൽ മുട്ടാപ്പോക്കെന്ന് പറയും. ലാസ്റ്റ് നോക്കും, സമ്മതിക്കും ഇങ്ങനെയാണെന്ന്. പക്ഷെ ആദ്യം സമ്മതിച്ചു തരൂല, തർക്കിച്ചോണ്ടിരിക്കും. അത് കാണുമ്പോ അമ്മയ്ക്ക് ടെമ്പറാവും. അമ്മയുടെ കൺട്രോളൊക്കെ അപ്പൊ ഞാൻ ഭയങ്കര സ്വാത്വികനായിരിക്കും. പോട്ടെ സാരേൽ മിണ്ടാതെ നിൽക്കും. അടി ഇങ്ങനെ ഞാനും അമ്മയും തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കുമ്പോ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. കൊള്ളാം, ഇത് എവിടെ വരെ പോവോ നോക്കട്ടെ. എന്തിനാണ് നമ്മൾ അവരുടെ കാര്യത്തിൽ? എനിക്ക് ശരിക്കും സാധാരണഗതിയില് പെൺകുട്ടികൾ അമ്മ വഴിയാണ് അച്ഛനിൽ കൂടെ കാര്യം നേടിയെടുക്കുക. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിൽ പോലും ഇത് നേരെ തിരിച്ചാന്ന് തോന്നുന്നു. അപ്പം വഴി അമ്മയിൽ നിന്നും സാക്ഷ്യം കിട്ടാനാണ് ഏറ്റവും എളുപ്പം. ആണോ? അപ്പൻ അതിന്റെ കാര്യത്തിന് നയത്തിനൊക്കെ പറഞ്ഞു. അപ്പൊ ചെറുതിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പനും വേണ്ട അമ്മയും വേണ്ട, കൊച്ചു ചെയ്തോളൂ. ചെറുത് വിളിച്ചിട്ട് എന്റെ വർത്താനം പറയാൻ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ ഓർഡറൊക്കെ തരുവാ. എന്നെ കളിപ്പാട്ടം മേടിച്ചേക്ക്. മേടിക്കോന്നല്ല, മേടിച്ചേക്ക്, കളിപ്പാട്ടം മേടിച്ചേക്കണേ. അല്ലെങ്കിൽ ചെറുത് ഐസ്ക്രീം മേടിച്ചേക്ക്, എല്ലാം മേടിച്ചേക്കുന്നുള്ളൂ. റിക്വസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ ഇവിടെ പോയെന്ന് ചോദിച്ചാ കളിപ്പാട്ടോ ഐസ്ക്രീമും മേടിക്കാൻ പോയേക്കുവാ. അതായത് പ്രോഗ്രാമിനൊക്കെ പോയാലും ഇത് തന്നെ. ഇത്രയും ദിവസം കഴിഞ്ഞേച്ചേ വരുള്ളൂ. അപ്പൊ അപ്പൻ എന്നേതേലും കൊണ്ട് വരാതെ കയറാൻ ഒക്കുകയില്ല. അപ്പൊ കൊച്ചു ആദ്യം ചോദിക്കുന്ന അപ്പം വന്നോന്നല്ല, അപ്പൻ എന്നാ കൊണ്ടുവന്നാ ചോദിക്കുന്നത്. അച്ഛൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങത്തുമില്ല. അങ്ങനെയും കൂടെ ഒരു പ്രശ്നമുണ്ട്. ഉറങ്ങി കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിക്കണ്ട, വന്നിട്ടേ ഉറങ്ങുള്ളൂ. പക്ഷെ രസല്ലേ, സന്തോഷം. വരുമ്പോ തന്നെ ചോദിക്കും കളിപ്പാട്ടം എന്തിയേ, കളിപ്പാട്ടം എന്തിയേ. ചേച്ചിയോട് എന്നാ ഡിമാൻഡ്? എന്നോടല്ല, അച്ഛനോട് മാത്രമേ. ചേച്ചിയോട് എന്താന്ന് വെച്ചാല് അമ്മ വഴക്ക് പറയുമല്ലോ, അവളെ വഴക്ക് പറയോ തല്ലാനോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ സങ്കടം വന്നിട്ട് സങ്കടം അണപൊട്ടുക എന്നല്ലേ, കരഞ്ഞുകൊണ്ട് ഓടി ചെന്ന് ആദ്യം ചെല്ലുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താ. അതെന്താ പരിപാടി? എന്റെ അടുത്തോട്ട് വരില്ല. എന്താന്നറിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അടുത്താണ് വന്ന് കെട്ടിപ്പിടിച്ച് പറയും അമ്മ എന്നെ അടിച്ചു, അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ പറയും. മോക്ക് ശരിക്കും അഭിനയം അറിയാത്തോണ്ടാണോ ചെയ്യാത്തത്? സയൻസ് സബ്ജക്ട് ഒക്കെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികൾ അതൊക്കെ ചൂസ് ചെയ്യാന്നാണ് ബേസിക്കലി പറയുന്നത്. സയൻസ് എടുത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഡോക്ടർ ആവാന്? അല്ല, ഞാൻ സൈബർ സെക്യൂരിറ്റി നോക്കുന്നത്. ഓ, ദാറ്റ്സ് ഗുഡ്. കുറച്ച് പണ്ടൊക്കെ ആയിരുന്നല്ലേ ചേട്ടാ, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് സയൻസ് എടുക്കുകയാണെങ്കിൽ ഡോക്ടർ ആവുക, ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്നത് അല്ലേ. ഇപ്പൊ ഇവളുടെ അമ്മയ്ക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. അതിൽ എഡിറ്റർ ഒക്കെ ഇദ്ദേഹമാണ്. ക്യാമറ ഒക്കെ ഇടയ്ക്ക് ബിഹൈൻഡ് സീൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടാ താല്പര്യം. ആക്ടിങ് ഒന്നും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് നന്നായിട്ടുണ്ട്, ശരിയായില്ല, ഇച്ചിരി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ചില സജഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാ ചേട്ടാ? മോളാണോ ചേച്ചിയാണോ? എനിക്ക് ക്രിട്ടിസൈസിങ് അങ്ങനെ കാര്യമായിട്ടില്ല. നന്നായെങ്കിൽ മാത്രം പറയും. ക്രിട്ടിസൈസ് ചെയ്യാത്തതുകൊണ്ട് മനസ്സിലാക്കാം. ഈ നന്നായി എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മള് ചിന്ന ആ ഭാഗത്തേക്ക് നോക്കാറില്ല. അല്ല, പക്ഷെ എന്നാലും നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ എന്നാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. മീൻ ചേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഈവൻ എന്താ പറയാ അത്ഭുത ദ്വീപിലെ അതൊക്കെ, അത് മാത്രല്ല പിന്നെ ജയറാമേട്ടന്റെ അപ്പനായിട്ട് ഒരെണ്ണത്തിൽ അഭിനയിച്ചു. ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു. അതിനകത്തുള്ള പെർഫോമൻസ് ഒക്കെ ഇല്ലേ. ശരിക്കും ചേട്ടാ അതൊക്കെ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് ഹോംവർക്ക്സ് അങ്ങനെ ഉണ്ടോ? ഹോംവർക്ക്സ് ഒന്നും അങ്ങനെ ചെയ്യുന്ന നമ്മൾക്കിപ്പോ എനിക്കാകെ ഞാൻ ആ കഥാപാത്രം ചെയ്ത ഒരു ചെറിയൊരു ഭയത്തോടു കൂടി. എന്നുവെച്ചാ എന്റെ പ്രായവും ജയറാമേട്ടന്റെ പ്രായവും ആൾക്കാർക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ജയറാമേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റിന്റെ അച്ഛനായിട്ട് എന്നെ ആൾക്കാർ കാണുമോ, അങ്ങനെ അംഗീകരിക്കുമോ, അത് വർക്കാവോ എന്നൊരു ചെറിയൊരു ഭയം ആദ്യം തൊട്ടേ ഈ കഥ പറയുമ്പോൾ തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ അതിലേക്ക് അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂമറാണെന്നും അത് നിങ്ങൾ നോക്കണ്ടെന്ന്. പിന്നെ എനിക്കൊരു വേറൊരു ചരിത്രം കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഒരു ധൈര്യം കിട്ടിയത് അവിടെ നിന്ന്. കുഞ്ഞിക്കൂനൻ, അതിനകത്തൊരു സ്ത്രീവേഷം ചെയ്തിരുന്നു. അത് ചെയ്തിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം അതിനു മുമ്പ് ഞാൻ മെയിലാണെന്നും നമ്മളെ അറിയാമല്ലോ ഓഡിയൻസിന്. അപ്പോൾ അതൊരു പെണ്ണായിട്ട് കാണുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ട് ആ പടം റിലീസ് ചെയ്ത്
തിയേറ്ററിൽ വന്നു കഴിഞ്ഞ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞത് പോലും ഇത് ഞാനാ, അല്ല ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആ പടത്തിൽ. അതുവരെ പേടിയായിരുന്നു. അതുവരെ അത് കട്ട് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പെണ്ണായിട്ട് എന്നെ കാണാമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഈ മേക്കപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കഥാപരമായൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത് അച്ഛനായിട്ട് ആ ഇതിലേക്ക് വന്നാലോ എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രമമാണല്ലോ അങ്ങനെ ആവണം, ആവുമെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ജയറാമേട്ടൻ നമ്മുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച അച്ഛാന്ന് വിളിക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് അഭിനയിച്ചു പോകുന്നു. പക്ഷെ ഇപ്പം ഇത് ബിഹൈൻഡ് സീൻസിൽ വർക്ക് ചെയ്ത സാധനമാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കഥ. പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർ ആ സിനിമ കണ്ടപ്പോ ഇതൊന്നും ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തില്ല. ശരിക്കും അപ്പനായിട്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ആ ക്യാരക്ടർ അത്രയും രസമായിട്ട് ചേട്ടൻ ചെയ്തുകൊണ്ടാണ് ശരിക്കും പ്രേക്ഷകർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ മൈനസ് ഒന്നും പ്രേക്ഷകരുടെ മനസ്സിലില്ല. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ടോട്ടാലിറ്റി ആണല്ലോ നിങ്ങൾ കാണുന്നത്. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.